നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒടുവിൽ ആ വാർത്തയും സ്ഥിരീകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അടക്കം കളിച്ച ബ്രസീലിയൻ സൂപ്പർ താരത്തെ സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാൽ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പോഴുള്ളത്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും ഇത് സ്ഥിരീകരിക്കുന്നു. ഗബ്രിയേൽ മാർട്ടിനെല്ലി ടു അൽ ഹിലാൽ, ഏതാണ്ട് ഡീല് ഇതാ വളരെ ക്ലോസ് ആയിരിക്കുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. അൽ ഹിലാൽ ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഡീൽ ഡൺ ആഫ്റ്റർ ക്ലബ് ടു ക്ലബ് ടോക്സ് വിത്ത് ആഴ്സണൽ അറ്റ് ഫൈനൽ സ്റ്റേജസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആഴ്സണലുമായിട്ടുള്ള ക്ലബ് ടു ക്ലബ് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലി ഇതാ അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ്. താരത്തെ സ്വന്തമാക്കാനുള്ള ഫീ എന്ന് പറഞ്ഞാൽ 50 മില്യൺ മുതൽ 55 മില്യൺ വരെയുള്ള സ്റ്റീർലിംഗ് പൗണ്ടാണ്. ഏതായാലും ഇപ്പോൾ ആഴ്സണൽ എന്തായാലും മാർട്ടിനെല്ലിയെ വിൽക്കാൻ തയ്യാറായിട്ടുണ്ട്. പേഴ്സണൽ ടേംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഗബ്രിയേലാണ് ഈ കാര്യത്തിൽ അധികം വൈകാതെ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുകൂടി ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ ഇനി ആഴ്സണലിൽ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ നല്ല നിലപാട്. പക്ഷേ താരത്തെ നല്ല രൂപത്തിൽ പറഞ്ഞയക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. താരവുമായിട്ട് തെറ്റിപ്പിരിയണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. കാരണം അദ്ദേഹം ഇത്രയും കാലം ആഴ്സണലിന് വേണ്ടി ചെയ്തതിനൊക്കെ അവർ വലിയ മൂല്യം തന്നെയാണ് കണക്കാക്കുന്നത്. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഇറ്റ്വാനയിലൂടെ സീനിയർ കരിയർ ആരംഭിച്ച താരം 2019 ആഴ്സണലിലെത്തിയത്. പിന്നീട് അവിടെ അദ്ദേഹം സ്ഥിരമാവുകയായിരുന്നു. അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അധിക മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ബ്രസീൽ അണ്ടർ-23 ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരം 2022 മുതൽ സീനിയർ ടീമിനായിട്ട് കളിക്കാൻ തുടങ്ങിയതാണ്. 27 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം അദ്ദേഹം സുപ്രധാന റോൾ വഹിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.